ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. കഴിഞ്ഞ കുറച്ച് നേരമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഏത് വാഹനമാണ് എം ജി എടുത്തതെന്നുള്ളതിനെ കുറിച്ച്. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഏത് വാഹനമാണ് ഞാൻ എടുത്തത്. പക്ഷേ ആ വാഹനത്തിൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതൊരു സെഡാൻ തന്നെയാണ്. കാരണം ഹാച്ച് ബാക്ക് അല്ല, ഡിക്കി പോർഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു വൈപ്പർ ബ്ലേഡ് എന്തുകൊണ്ട് വന്നു? ഇതൊരു അഡീഷണൽ ഫിറ്റ്മെൻ്റ് അല്ല, ഇൻബിൽറ്റ്, അതായത് കമ്പനി ഇൻബിൽറ്റ് വരുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ഈ വാഹനം? എന്തുകൊണ്ട് ഞാൻ ഈ ഒരു വാഹനം ചൂസ് ചെയ്തു? ഇതൊരു പഴയ വാഹനം തന്നെയാണ്. ഒരു ഡീസൽ വാഹനം എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രം ഞാൻ എടുത്തൊരു വാഹനമാണ്. എന്തുകൊണ്ട് ഞാൻ ഈ വാഹനത്തിലോട്ട് വന്നു, അല്ലെങ്കിൽ ഏതാണ് ഈ വാഹനം? ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻജിഎസ് എക്സ്പ്ലോർ. യെസ്, അങ്ങനെ നമ്മുടെ വാഹനം ആക്സെൻ്റ് ആണ്. അതായത് 2005 മോഡൽ ആക്സെൻ്റ് ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അത് CRDI ആണ്, കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടൈപ്പ് വാഹനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 3 സിലിണ്ടർ 1.5 ലിറ്റർ എഞ്ചിനാണ് നമ്മുടെ ഈ വാഹനത്തിനെ പവർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടൊരു 3 സിലിണ്ടർ ഞാൻ എടുത്തു? കാരണം 3 സിലിണ്ടറിന് പവർ കുറച്ച് മോശമാണ്, അല്ലെങ്കിൽ വൈബ്രേഷൻസ് കൂടുതലാണെന്നൊക്കെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഞാൻ 3 സിലിണ്ടർ എടുത്തു? ഒരു വലിയ ചോദ്യം തന്നെയാണ്. പക്ഷേ എനിക്ക് ഈ വാഹനം കണ്ടപ്പോഴേക്കും എനിക്കൊരു ഡീസൽ വാഹനം എടുക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹം കൊണ്ടാണ് ശരിക്കും ഞാൻ ഈ ഒരു വാഹനത്തിലോട്ട് എത്തിച്ചേർന്നത്. അത് മാത്രമല്ലാതെ ഈ ഒരു വാഹനത്തിൻ്റെ സെഗ്മെൻറ്റിൽ തന്നെ, ഈ ടൈപ്പ് വാഹനം സെഗ്മെൻറ്റിൽ തന്നെ നമുക്കൊരു 3-4 വാഹനങ്ങൾ ഞാൻ നോക്കിയായിരുന്നു. അതിലൊന്ന് നമ്മുടെ എസ്റ്റീമും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, ഒരു 4 സിലിണ്ടർ തന്നെയാണ്. പക്ഷേ അതിലോട്ടൊന്നും വരാതെ എന്തുകൊണ്ട് ഞാൻ ഈ 3 സിലിണ്ടർ എടുത്തു എന്ന് ചോദിച്ചാൽ അതിലൊരു വലിയ കഥയുണ്ട്. കുറച്ച് നേരം നമുക്കൊരു ചെറിയൊരു കഥ പറഞ്ഞു പോയേക്കാം. എനിക്ക് ഈ വാഹനത്തിലോട്ട് ഞാൻ എത്താൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നൊരു 2012 കാലഘട്ടത്തിൽ ഞാൻ പോപ്പുലർ ഹുണ്ടായിൽ സർവീസ് അഡ്വൈസറായിട്ട് ട്രെയിനി ആയിട്ട് കയറിയ സമയത്ത്, അന്ന് എവിടെയാണല്ലോ നമ്മൾ ട്രെയിനി ആയിട്ടൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് എല്ലാം പണിയും ചെയ്യേണ്ടി വരും. അന്നേരം അവിടുത്തെ എനിക്ക് തോന്നുന്നു 2-3 ദിവസം എനിക്ക് കിട്ടിയൊരു പണിയാണ് ഒരു വാഹനം കസ്റ്റമർ വീട്ടിൽ കൊണ്ട് കൊടുക്കുക എന്നുള്ളത്. 100% ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ആദ്യം കസ്റ്റമർ വീട്ടിലോട്ട് കൊണ്ട് കൊടുക്കാൻ കിട്ടിയൊരു വാഹനം ഈ ആക്സെൻ്റ് ആണ്. അത് CRDI തന്നെയാണ്. അത് ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു കംഫോർട്ട്, അല്ലെങ്കിൽ ആ കിട്ടിയൊരു സന്തോഷം, എനിക്കറിയത്തില്ല എങ്ങനെ അത് പറഞ്ഞു തരണമെന്ന്. അതുപോലൊരു ഫീലായിരുന്നു. അതായത് പവറാണ് അതിൻ്റെ മെയിൻ കാര്യം. കാരണം സെക്കൻഡായിട്ട് ജസ്റ്റ് ഒന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ ടെർബോ ഉള്ളത് കൊണ്ട് വാഹനം വലിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുപോലെ പവറാണ്. അങ്ങനെ ഒരു ആഗ്രഹം കൂടെ അന്നുള്ളിലുണ്ടായിരുന്നു, ഇതുപോലൊരു വാഹനം എടുക്കണമെന്നുള്ളത്. പക്ഷേ സാധിച്ചത് ഈ 2025-ലാണ്. എന്നാലും എനിക്ക് വിഷമമില്ല. കാരണം ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു വാഹനം അന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പം കൈ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഇതൊരു നിർത്തിപ്പോയൊരു വാഹനമാണ്. ഈ വാഹനം ഇപ്പം നമുക്ക് കിട്ടത്തില്ല. ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്. അതായത് ബാക്ക് തൊട്ട് തുടങ്ങിയത് വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ ബാക്ക് സൈഡ് തൊട്ടാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ റിയർ വൈപ്പർ തന്നെയാണ്, ഡീഫോഗേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബൂട്ട് ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ 2 രീതിക്ക് നമുക്ക് ഇതിൻ്റെ ബൂട്ട് തുറക്കാൻ സാധിക്കും. അതായത് ഒന്ന് നമുക്ക് താക്കോലിട്ട് തുറക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഫ്രണ്ടിൽ നിന്ന് ലിവർ വലിച്ചും തുറക്കാം. അതായത് ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഓർത്തോണം, 2005 കാലഘട്ടത്തിൽ ഇവിടെ ലിവറുണ്ട്. ഈ ഒരു ലിവർ നമുക്ക് ജസ്റ്റ് ഒന്ന് മേലോട്ട് പൊക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ബൂട്ട് ഓപ്പൺ ആണ്. ഓക്കെ, അപ്പം ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് സാധാരണ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സെഡാൻ വാഹനങ്ങളിലെല്ലാം ഇത്ര ഒരു പോർഷൻ മാത്രം തുറക്കത്തുള്ളൂ. ഇവിടെ തുറക്കുന്ന കണ്ടോണം, ഗ്ലാസ് ഉൾപ്പെടെ ഈ ഒരു ഫുൾ ഏരിയ ആണ് ഇവിടെ ഓപ്പൺ ആവുന്നത്. അതായത് നമ്മൾ ഒരു കൂപ്പേ വാഹനങ്ങളൊക്കെ കാണുന്ന പോലെ അത്രയും ഒരു ഏരിയ. ശരിക്കും ഈ ഒരു പാർസൽ ട്രെയിൻ കൂടെ അങ്ങോട്ട് അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ നല്ലൊരു വൈഡ് ഏരിയ, അല്ലെങ്കിൽ ഇത്രയും അധികം സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷേ ഇവിടം കൊണ്ട് കഥ തീരുന്നില്ല. ഇതിൽ ഏറ്റവും വലിയ കഥ പറയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, യെസ്, ഈ ബാക്ക് സീറ്റും കൂടെ മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന, അതായത് ഈ ഒരു പാർസൽ ട്രെയിൻ കൂടെ ഊരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഏരിയ ഇത്രയും ലെങ്ത് ആണ്. അതായത് ഒരുപാട് ലോഡ് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് ഒരുപാട് സാധനങ്ങൾ ഇതിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അതൊരു ഭയങ്കര പോസിറ്റീവായിട്ടൊരു സൈഡ് തന്നെയാണ് ഞാൻ പറയുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. റിയർ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് വരുന്നത്. അതായത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഫ്രണ്ടിലുള്ള പോലെ തന്നെ ഒരു ലോവർ ആം ഇവിടെ തന്നെ വരുന്നുണ്ട്, 2 സൈഡിലായിട്ട്. അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ബാക്കിലത്തെ സസ്പെൻഷൻ വരുന്നത്. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് നമുക്ക് നല്ല റൈഡിങ് കംഫോർട്ട് കിട്ടുന്നതായിരിക്കും. ബാക്കിൽ ഇരിക്കുന്നവർക്ക് അത്രയും ബുദ്ധിമുട്ടും തോന്നത്തില്ല. കുടിയിലൊന്നും ചാടിക്കഴിഞ്ഞാൽ അത്രയും ഒരു ഫീല് നമുക്ക് തോന്നത്തുമില്ല. ഇനി ഇതിനകത്തോട്ട്, അതായത് ഈ വാഹനത്തിൻ്റെ സ്പെക്ക് ഒന്ന് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഏതായാലും ബാക്ക് ഞാൻ അടച്ച് നമുക്കിനി ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഒന്ന് കാണാം. കാരണം ഇവിടെ ബാക്കിയുള്ളതെല്ലാം ആസിറ്റീസ്, നമ്മുടെ ലൈറ്റും ബമ്പേഴ്സും കാര്യങ്ങളൊന്നും ഞാൻ കുറച്ച് കൂടുതൽ വിശേഷങ്ങൾ പറയുന്നില്ല. ഏതായാലും നമുക്കിനി ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഒന്ന് കാണാം. നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും നന്നായിട്ട് താന്നിരുന്ന, അല്ലെങ്കിൽ പതിഞ്ഞിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു വാഹനം ശരിക്കും നമ്മുടെ ആക്സെൻറ്റ് വിവ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഗ്രില്ലോ കാര്യങ്ങളൊന്നും ഈ ടൈപ്പ് അല്ല വരുന്നത്, വേറെ ടൈപ്പാണ് ഇതിന് വന്നുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഇത് നേരത്തെ യൂസ് ചെയ്തിരുന്ന ആരോ
മാറ്റിയതാണ്. അതായത് ഈ ഗ്രില്ലെല്ലാം മാറ്റി വേറെ രീതിയാക്കിയതാണ്. ഹെഡ്ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഇത് റീപ്ലേസ്ഡ് ആണെന്ന് തോന്നുന്നു, കാരണം പുതിയതാണ് ഇരിക്കുന്നത്. അപ്പുറത്തെ പഴയത് തന്നെയാണ്. 2 ഫോഗ് ലാംപ്സും നമുക്ക് കാണാൻ സാധിക്കും. വർക്കിംഗ് കണ്ടീഷൻ അല്ല, നമുക്കത് വർക്കിംഗ് കണ്ടീഷൻ ആക്കിയെടുക്കണം. നമുക്ക് പണിയാം. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനം എടുത്ത് പണിയുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത് പണിത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വർക്ക് ചെയ്യാതെ ഉണ്ട്. ഇതിൻ്റെ സ്പീഡോമീറ്റർ അടക്കം വർക്കിംഗ് അല്ല. എന്താണ് കാര്യം, എന്താണ് കംപ്ലൈൻറ്റ് എന്നൊക്കെ നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാം. പിന്നെ ഈ ഒരു വാഹനം എടുക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, അല്ലെങ്കിൽ ഞാനൊക്കെ വാഹനം ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഈ ഒരു എൻജിൻ സൈഡ് തന്നെയാണ്. കാരണം അത്യാവശ്യം ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ വരേണ്ട സ്ഥാനത്ത് ഒന്നും തന്നെ നമുക്കിവിടെ ഇല്ല. നീറ്റ് കണ്ടീഷനാണ്. ആ ഒരു കണ്ടീഷൻ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വാഹനം എടുക്കാൻ തന്നെ ഉള്ളൊരു കാരണം. ബാറ്ററി റീസെൻ്റായിട്ട് അവർ മാറിയതേ ഉള്ളൂ. ഒരു 2-3 ദിവസം എങ്ങാണ്ടായിട്ടുള്ളൂ ബാറ്ററി മാറിയിട്ട്. പിന്നെ AC സൈഡാണെങ്കിലും ബാക്കിയുള്ള സൈഡും എല്ലാം നല്ല അടിപൊളിയാണ്. 12 വാൽവ് വെച്ച് വരുന്നുണ്ട്. അതായത് 4 വാൽവ് വെച്ച് ഒരു സിലിണ്ടറിൽ 1, 2, 3 സിലിണ്ടറാണ് ഈ ഒരു വാഹനം. അതായത് ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം ഇതൊന്ന് ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നമുക്ക് ഇനിയുള്ള വീഡിയോസിലൊക്കെ ഒരുപാട് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ സാധിക്കും. കാരണം ഇതിന് ക്ലച്ച് പമ്പ് വരുന്ന ടൈപ്പാണ്, കേബിളല്ല, ക്ലച്ചിന് പമ്പ് വരുന്നുണ്ട്. 2005 മോഡൽ വാഹനത്തിൻ്റെ ക്ലച്ച് പമ്പ് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. അപ്പോൾ നമുക്കിനി ടയറിൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ടയർ സൈസ് വരുന്നത് 155 80 R13 അതായത് 13 ഇഞ്ച് ടയർ വിത്ത് അലോയ് ആണ് വരുന്നത്. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. അന്നത്തെ കാലത്ത് ഇൻബിൽറ്റ് സെൻട്രൽ ലോക്ക് ഉണ്ടായിരുന്ന വാഹനം തന്നെയായിരുന്നു ഇത്. സെൻട്രൽ ലോക്ക് എന്ന് ഉദ്ദേശിച്ച് റിമോട്ടിലില്ല, ലോക്ക് ആൻഡ് അൺലോക്ക് നമുക്ക് അതിൽ തന്നെ ചെയ്യാൻ സാധിക്കും. വാഹനത്തിലോട്ട് കയറുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ പവർ വിൻഡോയുടെ സ്വിച്ചസ് ആണ്. അതായത് അന്നത്തെ കാലത്ത് പവർ വിൻഡോ 2005 മോഡലാണ്. അന്നത്തെ ശരിക്കും പറഞ്ഞ ഒരു പ്രീമിയം വാഹനം തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. ഇത് ഞാനതിന് ഗ്ലാസ്സൊക്കെ ഒന്ന് തുറന്ന് കാണിക്കാം. നല്ല കട്ടി കൂളിംഗ് ആണ് ഇത് യൂസ് ചെയ്തിരുന്ന വ്യക്തി ഒട്ടിച്ചിരുന്നത്. നമുക്കതെല്ലാം മാറ്റാൻ വേണ്ടിയിരിക്കുന്നേ ഉള്ളൂ. ഇതൊന്ന് ജസ്റ്റ് ഞാൻ കൊണ്ടുവന്നൊരു വാഷിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓരോ പണിയായിട്ട് ഇനി കിടക്കതേ ഉള്ളൂ, എല്ലാം നമുക്ക് തീർക്കണം. ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് റിയർ സ്വിച്ചുകൾ. അതായത് വൈപ്പറിൻ്റെ സ്വിച്ചാണ് ഈ കാണുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കിക്കേക്കാലോ. ഞാൻ ഈ സ്വിച്ച് ഇട്ടു, നേരെ ബാക്കിലോട്ടൊന്ന് പോയി നോക്കിക്കേ. നമുക്ക് ആ വൈപ്പ് ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഓഫ് ചെയ്താൽ മതി. ഈ സ്വിച്ച് ഓഫ് ചെയ്താൽ അത് ഓഫ് കണ്ടീഷനാണ്. അതായത് ഓഫ് ചെയ്താൽ ഓഫ് കണ്ടീഷനാണ്. ഇത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ സ്പ്രേ ആവും. ആ കൂട്ടത്തിൽ ഫ്രണ്ടിലത്തെ വൈപ്പറും വർക്ക് ചെയ്യും. ഇതിൻ്റെ തൊട്ടിപ്പുറം വരുന്ന നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചാണ്. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ പിന്നെ തുടങ്ങാം. ഈ സ്റ്റിയറിംഗ് നോക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം അതും നല്ല കിടിലൻ ഫീച്ചർ തന്നെയാണ്. പിന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഹെഡ്ലൈറ്റ് സ്വിച്ച് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഈ ഒരു പോർഷൻ. അതായത് നമുക്ക് ഇവിടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതായത് വൈപ്പർ ഇൻഡിക്കേഷൻ ചെയ്യുന്നതിൻ്റെ സ്പീഡ് എത്രത്തോളം വേണം, അല്ലെങ്കിൽ ഏതൊരു ഇൻ്റർവെൽ, സ്പീഡൊന്നും പറയാൻ പറ്റില്ല, ഏത് ഇൻ്റർവെല്ലാകുമ്പോഴത്തേക്കും വേണം എന്നുള്ളത് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ ലോ ഹൈ 2 സ്പീഡ് നമുക്കിവിടെ അവൈലബിൾ ആണ്. വാട്ടർ സ്പ്രേ ചെയ്യാൻ വേണ്ടി പുള്ള് ചെയ്താൽ മതി. ഇതിൻ്റെ ഒരു ക്ലസ്റ്റർ മീറ്റർ നമുക്ക് കാണുമ്പോൾ അറിയാം. ഒരു RPM മീറ്റർ, ഒരു സ്പീഡോമീറ്റർ, പിന്നെ ഒരു ഫ്യൂൽ ഗേജും ഒരു ടെമ്പറേച്ചർ ഗേജും. ഇതിൽ ഡിജിറ്റലായിട്ട് നമുക്ക് ഓഡോമീറ്ററും കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം നോർമൽ ഇപ്പോഴത്തെ വാഹനം പോലെ തന്നെയാണ്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ ക്ലോക്കാണ്, പക്ഷേ വർക്കിംഗ് കണ്ടീഷൻ അല്ല. ഇതെല്ലാം നമ്മൾ വർക്കാക്കി എടുക്കും, അത് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ റിയർ ഡീഫോഗർ വരുന്നുണ്ട്. ഡീഫോഗറിൻ്റെ സ്വിച്ചാണ് ഈ വരുന്നത്. അതുപോലെ ഒരു ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ഫോഗ് ലാമ്പ് സ്വിച്ച് വരുന്നുണ്ട്. അത് ഓൺ ഓഫ് സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്റ്റീരിയോ, സാധാരണ ഒരു സ്റ്റീരിയോ, ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒരു സ്റ്റീരിയോ. മാനുവൽ AC ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോഴും ഈ വാഹനത്തിന് ഹീറ്റ് ആൻഡ് കോൾഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ പോസിറ്റീവ് സൈഡാണെന്ന് ഞാൻ പറയും. ഇത്രയും വർഷമായ ഒരു വാഹനം. AC സ്വിച്ച്, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സർക്കുലേഷൻ, കപ്പ് ഹോൾഡർ സ്റ്റക്കായി നിൽക്കുക. ഇങ്ങനെ പുറത്തോട്ട് ചാടി വരും. കാലപ്പഴക്കം കൊണ്ട് ചാടി വരാത്തതാണ്. ഇവിടെ നമുക്ക് 2 കപ്പൊക്കെ വെക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഇവിടെ താഴെ ഒരു ഹാഷ് ഉണ്ട്. ഹാഷ് ട്രേക്കകത്ത് അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടണമെങ്കിൽ ഇട്ട് വയ്ക്കാം. ഇവിടെ ഒരു സിഗരറ്റ് ലൈറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഗിയർ ലിവർ നോബ്, ഒരു ബ്രേക്ക്. ഇത്രയും ഭാഗമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ പോർഷനൊക്കെ ശരിക്കും പറഞ്ഞാൽ വെറുതെ പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ കാലൊന്നും തട്ടാത്തൊരു ഗ്ലോ ബോക്സും കാണാൻ സാധിക്കും. നോർമൽ റിയർ വ്യൂ മിറേഴ്സ്. നമ്മളൊരു രണ്ടാമത്തെ വാഹനം എന്ന് തന്നെ പറയാം. ഇപ്പം നിലവിലുള്ളത് രണ്ടാമത്തെ വാഹനം. ഏതായാലും വാഹനം ഭയങ്കര കണ്ടീഷനാണെന്ന് ഞാൻ പറയത്തില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി ക്ലിയർ ചെയ്യാനുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഡാഷ്ബോർഡൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം, അതിൻ്റെ ചെളി കാര്യങ്ങളൊക്കെ
അതുപോലെ തന്നെ നല്ല വൃത്തികേടായിട്ടിരിക്കുകയാണ്. നമുക്കിതെല്ലാം ഫുള്ളൊന്ന് വൃത്തിയാക്കി എടുക്കണം. അതേ റൂഫും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നല്ല കട്ടി കൂളിങ്ങാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി ഇനി നമുക്കൊന്ന് ഈ വാഹനം റെഡിയാക്കി എടുക്കണം. ഇതെല്ലാം അത്യാവശ്യം ഈ പ്രാവശ്യം ക്ലീൻ ചെയ്ത സമയത്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇൻറ്റീരിയർ ക്ലീനിങ് ചെയ്തപ്പോൾ അടിപൊളിയാക്കിയതാണ്. റൂഫിലെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കത്തില്ല. അതെല്ലാം നമ്മൾ ചെറിയ രീതിക്ക് ഇങ്ങനെ കത്തി തുടങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം സെറ്റായി മാറ്റി ഇനി നമുക്ക് വൈറ്റ് ആക്കി എടുക്കണം. ഇതെല്ലാം ഒന്ന് റെഡിയാക്കണം. ഇനി ബാക്കിലത്തെ കംഫോർട്ടും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്ക് സീറ്റിലെ വിശേഷം പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല സുഖമായിട്ടിരിക്കാം. പക്ഷേ കാല് നീട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ ഈ ഒരു റോവർ അല്പം കൂടെ കയറ്റിയിടണം. ഞാൻ ഒരുപാട് ബാക്കിലോട്ട് മാറ്റിയിട്ട് ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഏറ്റവും പുറകോട്ട് മാറ്റിയിട്ട് ഓടിക്കുന്ന വ്യക്തി. ഇപ്പോൾ ഫ്രണ്ടിൽ സ്ഥലം കൂടുതലുണ്ട്. ഇപ്പം വീഡിയോ എടുക്കാൻ നേരത്തെ കുറച്ചുകൂടെ പുറകോട്ടാക്കിയതാണ്. കുറച്ചുകൂടെ ഫ്രണ്ടിലാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സുഖമായിട്ടിരിക്കാം. എന്നാൽ ഒത്തിരി ഫീലെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ അത്യാവശ്യം ഓക്കെയാണ്. എനിക്കിതിൽ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം സ്ഥലത്തിൻ്റെ ഇതാണ്. പിന്നെ സബൂഫറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ബാക്കിൽ ധൈര്യമായിട്ട് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഈ ഒരു പാർസൽ ട്രേയുടെ മറ മാത്രമേ ഉള്ളൂ. വേണ്ടെങ്കിൽ നമുക്ക് ഈ പാർസൽ ട്രേയും കൂടെ എടുത്ത് മാറ്റാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് ഞാൻ പറയും. പിന്നെ ബാക്കി ആസ് ഇറ്റ് ഈസ് എല്ലാം ഒരു സാധാരണ വാഹനത്തിലുള്ള അതേ സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഒരു വാഹനത്തിൽ എനിക്ക് ഇതിൻ്റെ പവർ ഔട്ട്പുട്ടാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കാരണം അത്യാവശ്യം നല്ല റോഡിലൊക്കെ കയറി ഒന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ ടെർബോ വാഹനമായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. കിടു പവർ എന്ന് പറഞ്ഞാൽ കിടു പവർ വലിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു ഫീൽ ഒന്ന് വേറെ തന്നെയാണ്. മൈലേജ് ഏറെക്കുറെ നമുക്കൊരു 20 കിലോമീറ്ററോളം മൈലേജ് ഷെയർ ആയിട്ടും കിട്ടുന്നതാണ്. ഈ വാഹനത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു. ഈ ഒരു വിശേഷം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തുക. അതായത് ഈ വാഹനം എങ്ങനെയുണ്ട്, നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, ഈ വാഹനം എടുത്തത് എന്തിനാണെന്നുള്ളൊരു കാര്യം കൂടി ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ കംപ്ലയിൻസും നമ്മൾ എങ്ങനെ ക്ലിയർ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. നമ്മളൊരു പെട്രോൾ വാഹനം ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. അതുപോലെ അല്ലൊരു ഡീസൽ വാഹനം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു ഡീസൽ വാഹനം വരുന്ന സമയത്ത് എന്തൊക്കെ കംപ്ലയിൻസ് അതിന് വരും, ആ കംപ്ലയിൻസ് ഒക്കെ എങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കും, ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇനി നമ്മുടെ മുമ്പോട്ടുള്ള വീഡിയോസിൽ നമ്മളത് കാണിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ളൊരു അഭിപ്രായം കൂടെ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റും കൂടി ഇട്ടയക്കുക. അപ്പോൾ എല്ലാവർക്കും തന്നെ നന്ദി, നമസ്കാരം.